നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗരസഭകളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. കുന്നംകുളത്ത് സിപിഎമ്മിലെ സൗമ്യ അനിലൻ ചെയർപേഴ്സണും PG ജയപ്രകാശ് വൈസ് ചെയർമാനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും RMP വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണായി സിപിഎമ്മിലെ സുനിത രവീന്ദ്രനെ തെരഞ്ഞെടുത്തു. സിപിഐയിലെ KK ജ്യോതിരാജ് വൈസ് ചെയർമാൻ. UDF മത്സരിച്ചെങ്കിലും BJP വിട്ടുനിന്നു. സിപിഎമ്മിലെ AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാൻ. ബിൻസീത് സന്തോഷ് വൈസ് ചെയർപേഴ്സൺ. നഗരത്തെ പുതിയ വികസന പാന്താവിലേക്ക് നയിക്കുമെന്ന പുതിയ സാരഥി. ചാവക്കാട് മണത്തല 18-ാം വാർഡിൽ വീടിന് തീപിടിച്ചു. പൊന്നുപറമ്പിൽ ഷീജയുടെ വീടാണ് കത്തി നശിച്ചത്. ആളപായമില്ല. ഒറ്റപ്പിലാവിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ യാത്രികരായ 3 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ ഡീസൽ ടാങ്ക് പൊട്ടി റോഡിൽ ഡീസൽ ഒഴുകിയത് പരിഭ്രാന്തിക്കിടവരുത്തി. വാർത്തകൾ വിശദമായി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ ചെയർപേഴ്സണായി സൗമ്യ അനിലനും വൈസ് ചെയർമാനായി PG ജയപ്രകാശും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരും CPM പ്രതിനിധികളാണ്. രാവിലെയും ഉച്ചയ്ക്കുമായി കൌൺസിൽ ഹാളിലായിരുന്നു ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ കൌൺസിലിലെ ഉപാധ്യക്ഷയും CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ സൗമ്യ അനിലൻ കുന്നംകുളം നഗരസഭയെ നയിക്കും. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സൗമ്യയ്ക്ക് 18 വോട്ടും UDFിലെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി മിഷ സെബാസ്റ്റ്യന് 10 വോട്ടും BJPയിലെ ഗീത ശശിക്ക് 7 വോട്ടും ലഭിച്ചു. 4 അംഗങ്ങളുള്ള RMP യോഗത്തിനെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. CPMയിലെ സൗമ്യ അനിലിനെ കൌൺസിലിലെ മുതിർന്ന അംഗം പുഷ്പ ജോൺ നാമനിർദ്ദേശം ചെയ്തു. OG ബാജി പിന്താങ്ങി. UDFിലെ മിഷ സെബാസ്റ്റ്യനെ ലബീബ് ഹസൻ നാമനിർദ്ദേശം ചെയ്യുകയും സോണി ഷാജി പിന്താങ്ങുകയും ചെയ്തപ്പോൾ BJPയിലെ ഗീത ശശിയെ രേഷ്മ സുനിൽ നാമനിർദ്ദേശം ചെയ്തു. അദിൻ മൂത്താട്ട പിന്താങ്ങി. കുന്നംകുളം നഗരസഭ 4-ാം വാർഡ് കിഴൂർ നോർത്തിൽ നിന്ന് 284 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സൗമ്യ ഇക്കുറി വിജയിച്ചത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായിരുന്നു വോട്ടിംഗ് നിലയിൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. 18 വോട്ടുകൾ PG ജയപ്രകാശിന് ലഭിച്ചു. T സോമശേഖരനാണ് PG ജയപ്രകാശിന്റെ പേര് നിർദ്ദേശിച്ചത്. ഷനോഫ് പിന്താങ്ങി. കോൺഗ്രസിലെ റോഷിദ് ഒഡാട്ടിന് 10 വോട്ട് ലഭിച്ചു. ഷാജി ആലിക്കൽ പേര് നിർദ്ദേശിച്ചു. മിനി മോൺസി പിന്താങ്ങി. BJPയിലെ ആവേൻ ശ്രീജിത്തിന് 7 വോട്ടുകളാണ് ലഭിച്ചത്. ഷജീഷ് കില്ലപ്പൻ നിർദ്ദേശിക്കുകയും അനൂപ് ചീരംകുളം പിന്താങ്ങുകയും ചെയ്തു. CPMന്റെയും പോഷക സംഘടനകളുടെയും നഗരസഭാ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഹാരമണിയിച്ചും പൂച്ചെണ്ട് നൽകിയും പുതിയ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും അനുമോദിച്ചു. MLA AC മൊയ്തീൻ, നേതാക്കളായ M ബാലാജി, TK വാസു, K കൊച്ചനിയൻ, മറ്റ് CPIM നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിൽ കൌൺസിൽ അംഗങ്ങൾ പുതിയ സാരഥികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുന്നംകുളത്തിന്റെ വികസനത്തിന്റെ തുടർച്ചയ്ക്കായി നഗരസഭ ദിശാബോധമാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുമെന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാനും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുന്നംകുളത്തെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നില്ല, ഇതൊരു തുടർച്ചയാണ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടായ പരിശ്രമത്തോടെ ഒട്ടേറെ വികസനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കൗൺസിലർമാരും, അതേപോലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും, അതോടൊപ്പം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സംഘടനയുണ്ട്, എല്ലാവരോടും, എല്ലാ സുഹൃത്തുക്കളോടുമുള്ള വലിയൊരു സ്നേഹവും നന്ദിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പുതിയ ഭരണസമിതിയുടെ ചെയർപേഴ്സണായി ഇന്ന് കാലത്ത് സൗമ്യ അനിലിനെയും ഉച്ചയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ എന്നെയും നഗരസഭ വൈസ് ചെയർമാനായി എന്നെയും തെരഞ്ഞെടുക്കുകയാണ്. പുതിയ പല വികസന പ്രവർത്തനങ്ങൾക്കും പാത വെട്ടി തുറന്നുകൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ് ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുന്നംകുളത്ത് പ്രധാനപ്പെട്ട വളരെ വലിയ വലിയ പ്രോജക്റ്റുകൾ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ നഗരസഭ ഓരോ പദ്ധതികളും എടുത്തുകൊണ്ട് ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പഠിച്ചുകൊണ്ട് അത് നടപ്പിലാക്കി തീർക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നതാണ്. വരണാധികാരിയായ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര രാമാനുജൻ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു.
നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കുന്നംകുളത്ത് പ്രകടനം നടത്തി. തെരഞ്ഞെടുപ്പിൽ LDF 18 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പ്രതിനിധികൾ വിജയിച്ചത്. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണായി CPM-ലെ സുനിത അരവിന്ദനും വൈസ് ചെയർപേഴ്സണായി CPI-ലെ KK ജ്യോതിരാജും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 10-ന് നഗരസഭാ കൌൺസിൽ ഹാൾ ഓപ്പൺ ബാലറ്റിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ്. KK ജ്യോതിരാജാണ് സുനിത അരവിന്ദന്റെ പേര് നിർദ്ദേശിച്ചത്. CPM-ലെ ബിന്ദു അജിത് കുമാർ പിന്താങ്ങി. കോൺഗ്രസിലെ ബിന്ദു നാരായണനായിരുന്നു UDF സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ ബഷീർ പൂക്കോടാണ് നിർദ്ദേശിച്ചത്. മുസ്ലിം ലീഗിലെ റഷീദ് കുന്നിക്കൽ പിന്താങ്ങി. സുനിത അരവിന്ദന് 27 വോട്ടും ബിന്ദു നാരായണന് 17 വോട്ടും ലഭിച്ചു. കൂടുതൽ വോട്ട് നേടിയ സുനിത അരവിന്ദനെ ചെയർപേഴ്സണായി വരണാധികാരി N വിജയകുമാർ പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 40-ാം വാർഡായ കാരയൂരിനെയാണ് സുനിത പ്രതിനിധാനം ചെയ്യുന്നത്. 2015-ൽ ഇതേ വാർഡിൽ നിന്ന് കൗൺസിലറായിരുന്നു. CPM പൂക്കോട് ലോക്കൽ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. ഒരു 5 കൊല്ലം ഉണ്ടായിരുന്നു കൗൺസിൽ രംഗത്ത്. അതിന്റെ തുടർച്ച തന്നെയായിട്ടാണ് ഇപ്പം നമ്മൾ വന്നുള്ളത്. നമ്മളുടെ ഈ നഗരസഭയുടെ വികസനങ്ങൾ ഇനിയും പകുതിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ തുടർന്ന് കൊണ്ടുപോകും. അതിന്റെ ഇനി എല്ലാവരും കൂടിയായിട്ടുള്ള വികസന കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ കഴിഞ്ഞ കൗൺസിലിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹം. അത് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. സഭയിൽ നമ്മളെ ഗുരുവായൂരിന് എന്താണോ വേണ്ടത് എന്നുള്ളത് കൂട്ടായുള്ള പ്രവർത്തനത്തിലൂടെ തന്നെ നമ്മൾ എന്താണോ ആദ്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങളിപ്പോ എന്തായാലും കയറിയിട്ടല്ലോ ഉള്ളൂ. അപ്പൊ ഇനി അതെല്ലാവരും കൂട്ടായി തീരുമാനിച്ചുകൊണ്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഉച്ചയ്ക്ക് 2-നായിരുന്നു വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ്. CPM-ലെ AS മനോജാണ് ജ്യോതിരാജിന്റെ പേര് നിർദ്ദേശിച്ചത്. CPM-ലെ AT ഹംസ പിന്താങ്ങി. കോൺഗ്രസിലെ പ്രിയ രാജേന്ദ്രനായിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ ജോയ് ചെറിയാൻ നിർദ്ദേശിക്കുകയും മുസ്ലിം ലീഗ് കൗൺസിലർ KM മെഹറൂഫ് പിന്താങ്ങുകയും ചെയ്തു. ജ്യോതിരാജിനും സമാനമായ വോട്ട് ലഭിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. BJP-യുടെ 2 അംഗങ്ങളും തിരഞ്ഞെടുപ്പിനെത്തിയില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലിസി ബൈജു 2 തിരഞ്ഞെടുപ്പുകളിലും LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. നഗരസഭയുടെ 17-ാം വാർഡായ ഇരിങ്ങപ്പുറം സൗത്തിനെയാണ് ജ്യോതിരാജ് പ്രതിനിധീകരിക്കുന്നത്. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറിയുമാണ്. NK അക്ബർ MLA, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ M കൃഷ്ണദാസ്, TT ശിവദാസൻ, PS ജയൻ, VS രേവതി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പൊന്നാട ചാർത്തി ബൊക്കെ നൽകി സ്വീകരിച്ചു. ചാവക്കാട് നഗരസഭയുടെ അധ്യക്ഷനായി AH അക്ബറിനെ തെരഞ്ഞെടുത്തു. ബിൻസി സന്തോഷാണ് വൈസ് ചെയർപേഴ്സൺ. CPM-ൽ നിന്നുള്ള അംഗങ്ങളാണ് ഇരുവരും. ചെയർമാൻ സ്ഥാനത്തേക്ക് 16-ാം വാർഡംഗം AH അക്ബറിനെ മുൻ ചെയർപേഴ്സണായിരുന്ന ഷീജ പ്രശാന്ത് നിർദ്ദേശിക്കുകയും സഫൂറ ബക്കർ പിന്താങ്ങുകയും ചെയ്തു. UDF-ൽ നിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് 32-ാം വാർഡംഗം CA ഗോപപ്രതാപനെ ജോയ്സി ടീച്ചർ നിർദ്ദേശിക്കുകയും മുഹമ്മദ് ആസിഫ് പിന്താങ്ങുകയും ചെയ്തു. 21 വോട്ട് AH അക്ബറിനും 12 വോട്ട് CA ഗോപപ്രതാപനും ലഭിച്ചു. തുടർന്ന് AH അക്ബർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ അക്ബറിനെ ഹാരമണിയിച്ച് അഭിനന്ദിച്ചു. NK അക്ബർ MLA, മുൻ MLA PT കുഞ്ഞുമുഹമ്മദ്, ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, സതീരത്നം ടീച്ചർ, CA ഗോപപ്രതാപൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, ഫിറോസ് തൈപ്പറമ്പിൽ, K നവാസ്, ഷാഹുൽ ഹമീദ്, ഷീജ പ്രശാന്ത്, PK സൈദാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിൽ ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വരണാധികാരി ഷീബ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ വാർഡ് 21-ൽ നിന്നുള്ള ബിൻസി സന്തോഷിനെ KH സലാമാണ് നിർദ്ദേശിച്ചത്. P യതീന്ദ്രദാസ് പിന്താങ്ങി. UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ വാർഡ് 33 അംഗം തനൂജ ഷാഫിയുടെ പേര് ആരിഫ് പാലയൂർ നിർദ്ദേശിച്ചു. സുജാത സത്യൻ പിന്താങ്ങി. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അതേ വോട്ട് നിലയായിരുന്നു ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പിലും. തുടർന്ന് വൈസ് ചെയർപേഴ്സണായി ബിൻസി സന്തോഷ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ
ബിൻസിയെ ഹാരമണിയിച്ച് ആശംസകൾ നേർന്നു. വർഷങ്ങളായുള്ള ചാവക്കാടിന്റെ ആവശ്യമായ ടൗൺ ഹാൾ, നഗരസഭാ ഓഫീസ് സമുച്ചയം, സ്റ്റേഡിയം എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ AH അക്ബർ CCTVയോട് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ. പ്രതിപക്ഷം ഉൾപ്പെടെ കഴിഞ്ഞ 20 വർഷക്കാലമായി നഗരസഭാ വികസന പോരായ്മയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ടൗൺ ഹാൾ, സ്റ്റേഡിയം, ഓഫീസ് സമുച്ചയം. ഈ കാര്യങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് ബീച്ച് നവീകരണത്തിനായി സാധ്യമായത് ചെയ്യും. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രവർത്തനം നടത്തും. ചാവക്കാട് ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കും. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടാക്കും. ചാവക്കാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായ സഹകരണം തേടുമെന്നും തന്നിൽ ഏൽപ്പിച്ച ദൌത്യം പൂർണ്ണ വിശ്വസ്തയോടെയും നിഷ്പക്ഷമായും നിർവഹിക്കുമെന്നും ചാവക്കാടിന്റെ വികസനത്തിനായി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഈ കൌൺസിൽ നടത്തുമെന്നും ചെയർമാൻ CCTVയോട് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി ഒരു ടൗൺ ഹാളിന് വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചു. ഒരു കളിസ്ഥലം ചാവക്കാട് ടൗണിലും ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് ചാവക്കാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ഒരുപാട് പരിമിതികൾ ഉണ്ട്. ബീച്ച് മേഖലയിൽ ഗതാഗത പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മളെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. ഹൈവേ വന്നാൽ ഗതാഗത പ്രശ്നം കൂടാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും തൃശ്ശൂരിലേക്കും കിഴക്ക് നിന്നൊക്കെ വരുന്നവർ ഈ മാർഗങ്ങളാണ് എളുപ്പത്തിനായി ഉപയോഗിക്കുക. പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്ന് നഗരസഭയിലില്ല, ഭരണസമിതിയാണ്, കൗൺസിലാണ്. ആ കൗൺസിൽ അംഗങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള സഹകരണത്തോടു കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കണം എന്നാണ് പൊതുവിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. തെക്കഞ്ചേരിയുടെ AH ഇനി ചാവക്കാടിന്റെ നഗരപിതാവ്. പോരാട്ടവീര്യത്തിന്റെ അടയാളമായ AH അക്ബർ മരണത്തെ തോൽപ്പിച്ച വീറുറ്റ പോരാളിയാണ്. യുവജന പ്രസ്ഥാനത്തിലൂടെ CPMന്റെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ചുവടുവെച്ച ചാവക്കാട് തെക്കഞ്ചേരി അറക്കൽ വീട്ടിൽ അക്ബർ എന്ന AH അക്ബർ DYFI യൂണിറ്റ് സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ച ശേഷം പിന്നീട് പാർട്ടി CPM തെക്കഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറിയും ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി. നിലവിൽ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമാണ്. രാജ്യത്ത് ആദ്യമായി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നയാൾ കൊല്ലപ്പെട്ടത് ചാവക്കാടായിരുന്നു. അന്നത്തെ കുപ്രസിദ്ധ സംഭവത്തിൽ കൊല്ലപ്പെട്ട KP വത്സലിനൊപ്പം ഗുരുതരമായി പരിക്കേറ്റ AH മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് പൊതുരംഗത്തേക്ക് ഉറച്ച കാൽവെപ്പോടെ വീണ്ടും രംഗപ്രവേശം ചെയ്തത്. മരണത്തിന്റെ അഗാധഗർത്തത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന അക്ബർ പിന്നീട് ചാവക്കാട്ടെ പാർട്ടിയെ നയിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഉജ്ജ്വല വിജയം സ്വന്തമാക്കുകയും ചെയ്തതോടെയാണ് ഇക്കുറി സംവരണമില്ലാതിരുന്ന ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധിതനാകുന്നത്. സാധാരണ കുടുംബത്തിൽ നിന്ന് പാർട്ടിയിലെത്തിയ അദ്ദേഹത്തിന് എല്ലാത്തരം ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനപ്രിയ മുഖമാകാൻ സാധിച്ചതിന്റെ പരിണതി കൂടിയാണ് നഗരസഭാ അധ്യക്ഷ പദവി. 2005-ലും 2015-ലും തന്റെ വാർഡിൽ നിന്ന് കൌൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് 3ാം തവണത്തെ മത്സരവിജയം നഗരത്തിന്റെ ഭരണസാരഥി എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധേയമാവുകയാണ്. കേരള ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി ഷംലയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ആകാശ്, ആസാദ് എന്നിവർ മക്കളാണ്. പോരാട്ടവീര്യത്തിന്റെ അടയാളമായ AH നഗരസാരഥ്യമേറ്റ് മുന്നോട്ടു പോകുമ്പോൾ പാർട്ടിക്കും പ്രവർത്തകർക്കും പിന്തുണയ്ക്കുന്നവരായ എല്ലാവർക്കും പ്രതീക്ഷകളും ഏറെയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൽ കടുത്ത ഭിന്നത. കുന്നംകുളത്ത് 4 തവണ വിജയിച്ച ഷാജി ആലിക്കലിനും 2 തവണ വിജയിച്ച ലബീബ് ഹസനും വേണ്ടിയാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നത രൂപപ്പെട്ടിട്ടുള്ളത്. പാർട്ടി നേതൃത്വത്തിലുള്ള ഉന്നതന്റെ പിന്തുണയോടെയാണ് ലബീബ് ഹസനെ പാർട്ടി ലീഡറായി അവരോധിക്കാൻ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. 3 പേരുടെ പിന്തുണ മാത്രമാണ് ലബീബ് ഹസൻ ഉള്ളതെന്നാണ് പറയുന്നത്. ലബീബിനെ കൂടാതെ മിഷ സെബാസ്റ്റ്യൻ, സോണി ഷാജി എന്നിവരാണ് ലബീബിന് പിന്തുണയുമായി ഒപ്പമുള്ളത്. എന്നാൽ വിമതയായി മത്സരിച്ചതിന് കോൺഗ്രസ് പുറത്താക്കിയ KP മിനി ഉൾപ്പെടെ 7 പേരുടെ പിന്തുണ ഷാജിക്കുള്ളതായും പറയുന്നു. അംഗങ്ങൾക്കിടയിൽ കൂടുതൽ പിന്തുണയുള്ള ഷാജിയെ വെട്ടി ലബീബിനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കുന്നതിനുള്ള കരുനീക്കങ്ങൾ KPCC ഭാരവാഹിയുടെ ആശീർവാദത്തോടെ നടക്കുന്നതായാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്. KPCC സെക്രട്ടറിയുടെ പിന്തുണയോടെ ലബീബിനെ പാർലമെന്ററി പാർട്ടി ലീഡറായി അവരോധിച്ചാൽ വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കാനിരിക്കുന്നത്.
പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലുള്ളവരുമായുള്ള സൗഹൃദം ലബീബിന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ. എന്നാൽ കുന്നംകുളത്തെ പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയും തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഷാജി ആലിക്കലിനാണ്. പാർട്ടിക്കുള്ളിലെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാതെ ഏതാനും ചില നേതാക്കളുടെ താൽപര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം. ബിന്ദു ധർമ്മൻ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാകും. CPM ഏരിയ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ബിന്ദു വില്ലന്നൂർ വാർഡിൽ നിന്നും തുടർച്ചയായി 2ാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ ബിന്ദുവിന്റെ വിജയം. 259 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വില്ലന്നൂരിലെ വോട്ടർമാർ ബിന്ദു ധർമ്മന് നൽകിയത്. CPMന്റെ കരുത്തുറ്റ കോട്ടയായ കടവല്ലൂരിൽ തുടർച്ചയായി 6ാം തവണയാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തുന്നത്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ട കേന്ദ്ര സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA. ക്രിസ്തുമസ് ദിനത്തിലുണ്ടായ അക്രമങ്ങളെക്കുറിച്ച് CCTVയോട് പ്രതികരിക്കുകയായിരുന്നു MLA. BJPയുടെ ഭരണത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായുള്ള ആക്രമണം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷത്തിന് പകരം BJPയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ ജന്മദിനം ആചരിക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനം. ക്രിസ്തുമസിനുള്ള ഒഴിവുകൾ പോലും ഇനി പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. മംഗലാപുരത്തും കർണാടകയിലും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ അതിക്രൂരമായ കടന്നാക്രമണങ്ങളുണ്ടായി. കേരളത്തിലേക്ക് പ്രശ്നങ്ങൾ എത്തിക്കാൻ RSS സംഘശക്തികൾ ശ്രമിക്കുകയാണ്. കരോൾ നടത്തിയിരുന്ന 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു RSSകാരൻ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം അവർ ഉപയോഗിച്ചിരുന്ന ഡ്രംസ് ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുകയും ചെയ്തത് ന്യായീകരിക്കുകയാണ് BJP നേതാക്കൾ കേരളത്തിൽ ചെയ്തത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ക്രിസ്തുമത ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണം പരിശോധിച്ചാൽ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൻതോതിൽ വളർന്നുവരുന്നതായി കാണാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷത്തിന് പകരം BJPയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന വാജ്പേയിയുടെ ദിനം ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന് ആചരിക്കണം, ക്രിസ്മസിനുള്ള ഒഴിവുകൾ പോലും ഇനി പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് എല്ലാ ജീവനക്കാരെയും പങ്കെടുപ്പിക്കാൻ സർക്കാർ തന്നെ പ്രത്യേക ഉത്തരവിറക്കിയാണ് അത് ചെയ്തത്. ഇതിൽ നിന്നെല്ലാം അതീതമായി രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദം ഏറ്റവും ഉയർന്ന രീതിയിൽ പരിപാലിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ആ കേരളത്തിലേക്കും പ്രശ്നങ്ങൾ എത്തിക്കാൻ RSS സംഘശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം വന്നു. കരോൾ നടത്തിയിരുന്ന പാവപ്പെട്ട കുട്ടികളെ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു RSSകാരൻ അതിക്രൂരമായിട്ടാണ് അവരെ മർദ്ദിക്കുകയും അതിനുശേഷം അവരുപയോഗിച്ചിരുന്ന ഡ്രം ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുകയും ചെയ്തത്. അതിനെ ന്യായീകരിക്കുകയാണ് BJPയുടെ നേതാക്കൾ കേരളത്തിൽ ചെയ്തത്. ക്രിസ്ത്യൻ വേട്ട RSSന്റെ പ്രഖ്യാപിത നയമാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളായി RSSകാർ കണ്ടിട്ടുള്ളത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. ആ പ്രത്യയശാസ്ത്രം മറനീക്കി പുറത്തുവരികയാണെന്നും അതിനെതിരെ മതേതരവാദികൾ ഒന്നിച്ചണിനിരക്കണമെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യൻ വേട്ട RSSന്റെ പ്രഖ്യാപിത നയമാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടിട്ടുള്ളത് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ളവരല്ല, അവരുടെ പുണ്യഭൂമിയും പിതൃഭൂമിയും ഇതല്ല എന്നെല്ലാം വാദിച്ച് അവർക്ക് മറ്റു പൗരന്മാരുടെ അവകാശങ്ങളില്ല എന്ന് വാദിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകളാണ് RSSകാർ. ആ പ്രത്യയശാസ്ത്രം മറനീക്കി പുറത്തു വരികയാണ് BJPയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും RSSന്റെ നേതൃത്വത്തിൽ എന്ന് കാണുകയും ഇതിനെതിരായ മതനിരപേക്ഷ സംരക്ഷണത്തിനും ന്യൂനപക്ഷ സംരക്ഷണത്തിനും വേണ്ടി ഉറച്ച നിലപാടെടുക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകളുടെ പുറകിലണിനിരന്ന് കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ ഈ അക്രമങ്ങളെ ചെറുക്കാൻ നമുക്ക് കഴിയണം. ചാവക്കാട് മണത്തല 18ാം വാർഡിൽ വീടിന് തീപിടിച്ചു. മണത്തല ശ്രീചിത്ര ആശുപത്രിക്ക് സമീപമുള്ള പൊന്നുപറമ്പിൽ ഷീജയുടെ വീടാണ് കത്തി നശിച്ചത്. ആളപായമില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. വിറകടുപ്പിൽ നിന്ന് തീ ആളിപ്പടർന്നത് കണ്ട് ഗൃഹനാഥ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കട്ടിള, ഫ്രിഡ്ജ്, അലമാര, കട്ടിൽ തുടങ്ങി ഉപകരണങ്ങളും വൈദ്യുതോപകരണങ്ങളും രേഖകളും കത്തിനശിച്ചു. വാർഡ് കൌൺസിലർ PI വിശ്വംഭരൻ സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. തിരുവത്ര കുമാർ UP സ്കൂളിലെ ജീവനക്കാരിയാണ് ഷീജ. വിവരമറിഞ്ഞ സ്കൂൾ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. അഴിമതിയാണ് മുഖ്യ അജണ്ടയെന്ന് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചിരിക്കുന്നുവെന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ.
തൃശൂരിൽ മേയർ സ്ഥാനത്തിനു വേണ്ടി കോഴ ഇടപാട് നടന്നതായുള്ള ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ ഭരണം നേടി അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അഴിമതിയാണ് തങ്ങളുടെ മുഖ്യ അജണ്ടയെന്ന് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചു. മേയർ സ്ഥാനത്തിനു വേണ്ടി കോഴ ആവശ്യപ്പെട്ട DCC പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൗൺസിലർ തന്നെ രംഗത്തു വന്നത് ഇതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ്. LDF കഴിഞ്ഞ 10 വർഷമായി തൃശൂർ കോർപ്പറേഷന്റെ വികസനത്തിനായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് ഏതുവിധേനയും അധികാരത്തിലെത്താൻ UDF കിണഞ്ഞു പരിശ്രമിച്ചത് വലിയ അഴിമതി നടത്താനാണ് എന്ന് അവരുടെ പാളയത്തിൽ നിന്നു തന്നെ പരസ്യമായിരിക്കുന്നു. നാടിന്റെ വികസനവും പുരോഗതിയുമല്ല കോൺഗ്രസ് നേതാക്കളുടെ താൽപ്പര്യം. അവർ ഉന്നം വയ്ക്കുന്നത് കോർപ്പറേഷനിൽ ഭരണത്തിലെത്തിയതുവഴി സമ്പാദിക്കാവുന്ന അഴിമതി പണത്തിലാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തനിക്കെതിരെ നടപടിയുണ്ടായാൽ കൂടുതൽ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്നാണ് ലാലി ജെയിംസ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം നടത്തണം. ആരോപിച്ച പ്രകാരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ലാലി ജെയിംസ് പറഞ്ഞിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തിന് വേണ്ടി എന്നോട്, ലാലി ജെയിംസിനോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജത്തും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരും ആഫീസിൽ വിളിച്ചു വരുത്തി അവരോട് പണം ചോദിച്ചു എന്ന് പറയുന്ന നാണം കെട്ട അഴിമതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ രാജ്യത്തെ വികസനം കൊണ്ടുവരാനല്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലം LDF ഭരിച്ചപ്പോ 1500 കോടിയുടെ വികസനം നടത്തിയെന്നാണ് അവകാശപ്പെടാൻ പോകുന്നതെങ്കിൽ കോൺഗ്രസ് 5 കൊല്ലം ഭരിച്ചാൽ ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി നടത്തിയെന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഈ കോർപ്പറേഷന്റെ ഭരണം ഇപ്പോ ഗണപതിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി T. ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, മുൻ കൗൺസിലർ I. സതീഷ് കുമാർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പിലാവിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം കാർ യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ ഒറ്റപ്പിലാവ് സെന്ററിലായിരുന്നു അപകടം. ലക്കിടി സ്വദേശി നെച്ചിങ്ങത്തൊടി നബീസ, സജുവ, മുഹമ്മദ് സിനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഡീസൽ ടാങ്ക് പൊട്ടിയതിനെ തുടർന്ന് റോഡിൽ ഡീസൽ ഒഴുകി. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ച് ഡീസൽ നീക്കം ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടി കാളിക്കുളം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 17 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച് ഊട്ടുപുര സമർപ്പിച്ചു. ശിവഗിരി മഠം ട്രസ്റ്റ് അംഗം ശ്രീമദ് പ്രബോധ തീർത്ഥസ്വാമികൾ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് VA ഗോപി അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണ ഗ്രൂപ്പ് ചെയർമാൻ PS പ്രേമാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർ നീതു പ്രബീൻ, സത്യൻ കോട്ടപ്പടി, PK മോഹനൻ, സതീഷ് പറത്തൽ, സതീഷ് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം നൽകിയ 1,20,20,000 രൂപയും ഭക്തജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പണവും ഉപയോഗിച്ചാണ് ഊട്ടുപുര നിർമ്മിച്ചത്. മണ്ഡലകാല സമാപന ദിവസമായ ശനിയാഴ്ച ഗുരുവായൂരപ്പന് കളഭാട്ടം നടക്കും. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും കളഭാട്ടം നടക്കുന്നത് വർഷത്തിൽ മണ്ഡലകാല സമാപന ദിവസമാണ്. മണ്ഡലകാലത്ത് 40 ദിവസം പഞ്ചഗവ്യാഭിഷേകവും 41 ദിവസം കളഭാഭിഷേകവുമാണ്. ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്ത്രി ഗുരുവായൂരപ്പനെ വിശേഷാൽ കളഭം അഭിഷേകം ചെയ്യും. കോഴിക്കോട് സാമൂദ്രിയുടെ വക വഴിപാടായാണ് വിശേഷാൽ കളഭാഭിഷേകം. ചന്ദനം, കശ്മീർ കുങ്കുമം, പനിനീർ തുടങ്ങിയവ പ്രത്യേക അളവിൽ ചേർത്ത് സുഗന്ധപൂരിതമായ കളഭക്കൂട്ട് തയ്യാറാക്കുന്നത് കീഴ്ശാന്തിമാരാണ്. പന്തീരടി പൂജ കഴിഞ്ഞ് കളഭപൂജ ചെയ്ത ശേഷമാകും കളഭക്കൂട്ട് ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുക. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഞായറാഴ്ച നിർമാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. കളഭാട്ട ദിവസം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വഴിപാടായി വിളക്കാഘോഷം നടക്കും. രാവിലെ 10-ന് പഞ്ചമന്ദളക്കേളി, ഉച്ചകഴിഞ്ഞ് 3:30-ന് പഞ്ചവാദ്യത്തോടെ കാഴ്ചശീവേലി, രാത്രി ചുറ്റുവിളക്ക്, ഇടയ്ക്ക, നാഗസ്വരമേളം, പഞ്ചാരിമേളം എന്നിവയും ഉണ്ടാകും. ഭരത് PG ആന്റണി ദേശീയ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി സുനിൽ ചൂണ്ടൽ സംവിധാനം ചെയ്ത പടം. കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിലാണ് സുനിൽ ചൂണ്ടൽ സംവിധാനം ചെയ്ത പടം അഥവാ ദി പോർട്രേറ്റ് എന്ന പേരിലുള്ള ഹ്രസ്വചിത്രം 7 അവാർഡുകൾ കരസ്ഥമാക്കിയത്.
കലാരംഗത്ത് പതിറ്റാണ്ടുകളുടെ തഴക്കവും വഴക്കവുമുള്ള സുനിൽ ചൂണ്ടൽ സംഗീതം, ചിത്രകല, നാടകം എന്നിങ്ങനെ കൈവയ്ക്കാത്ത മേഖലകൾ വിരളമാണ്. കലാപ്രവർത്തനങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് എക്കാലത്തും കാത്തുസൂക്ഷിക്കുന്ന സുനിൽ ഹ്രസ്വചിത്രരംഗത്തേക്കുള്ള തന്റെ വരവറിയിച്ചത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ പടം എന്ന ഹ്രസ്വചിത്രത്തിലൂടെയായിരുന്നു. കുട്ടികളുടെ വിഭാഗത്തിലുള്ള മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച കഥ, ക്യാമറ, മികച്ച ചിത്ര സംയോജനം, പശ്ചാത്തല സംഗീതം, മികച്ച ബാലതാരം എന്നിങ്ങനെ 7 അവാർഡുകളാണ് തന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധാനത്തിലൂടെ സുനിൽ നേടിയെടുത്തത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തന്റെ പ്രഥമ സംവിധാന സംരംഭം സുനിലും സംഘവും സാക്ഷാത്കരിച്ചത്. അമേച്ചർ നാടക മേഖലയിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ടിട്ടുള്ള സുനിൽ ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറുന്നത് കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. സർവ്വമേഖലകളും സ്തംഭിച്ചു നിന്ന കാലഘട്ടത്തിൽ തന്റെ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടിയാണ് സുനിൽ ഹ്രസ്വചിത്രം ഒരുക്കാനിറങ്ങിയത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച കണ്ണൻ തുരുത്ത്, പശ്ചാത്തല സംഗീതമൊരുക്കിയ ശ്രീനു പെരുമ്പിലാവ് എന്നിവർ നൽകിയ വലിയ പിന്തുണ ഈ ചിത്രം ഒരുക്കുന്നതിൽ നിർണായകമായിരുന്നു. ചിത്രവുമായി സഹകരിച്ച ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം സിനിമ എന്ന നിലയിൽ പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ് 7 അവാർഡുകൾ എന്ന നേട്ടത്തിലേക്ക് നയിച്ചത്. 3 പതിറ്റാണ്ട് പിന്നിട്ട നാടക ജീവിതത്തിന് പെട്ടെന്ന് തിരശ്ശീല വീണതോടെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ഹ്രസ്വചിത്രം ഒരുക്കുന്നതിന് നിമിത്തമായത് ക്യാമറാമാനായ കണ്ണൻ തുരുത്തായിരുന്നുവെന്ന് സുനിൽ വ്യക്തമാക്കി. ഈ സിനിമ ഞങ്ങൾ തുടങ്ങുന്നത് കൊറോണ സമയത്താണ്. ഞാൻ അതിനു മുമ്പ് സിനിമ ചെയ്തിട്ടില്ല. പരിപൂർണമായിട്ട് ഏകദേശം 10-30 വർഷമായിട്ട് അമേച്ചർ നാടകത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ നാടക പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്നൊരു കാര്യമാണ് ഈ കൊറോണ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോഴുള്ള വിമിഷ്ടത്തിൽ നിന്നാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനും കണ്ണൻ തന്നെയാണ് കാരണം കയ്യിലൊരു ക്യാമറ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എങ്ങനെയെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം എന്നുള്ളൊരു കാര്യം കണ്ണൻ വെച്ചപ്പോഴാണ് സിനിമ പ്രവർത്തനം തുടങ്ങിയത്. ഈ സിനിമയല്ലാതെ മറ്റൊരു സിനിമയ്ക്കും ഞങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനും ക്യാമറ ചെയ്തത് കണ്ണൻ തന്നെയാണ്. അതൊക്കെ ചെയ്തത് ഈ കൊറോണ സമയത്താണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. കയ്യിലൊരു ക്യാമറയുണ്ട്, നമുക്ക് ചെയ്യാം, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാം എന്നുള്ള കാര്യം കണ്ണൻ മുന്നോട്ട് വെച്ചപ്പോഴാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. ചിത്രത്തിന് ആവശ്യമായ വിഷ്വൽ തീരുമാനിച്ച സമയത്ത് എടുക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. കോവിഡ് കാലമായതിനാൽ ഷൂട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് മാസങ്ങളും വർഷങ്ങളുമൊക്കെ കാത്തിരുന്നതാണ് സിനിമയ്ക്കുള്ള വിഷ്വലുകൾ ശേഖരിച്ചത്. അങ്ങനെ വളരെയധികം റിസ്ക് എടുത്താണ് കണ്ണൻ ആ സിനിമ ഷൂട്ട് ചെയ്തതെന്നും സുനിൽ കൂട്ടിച്ചേർത്തു. മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ട മാസ്റ്റർ ആദിദേവിന്റെ പ്രകടനവും ഈ ചെറു സിനിമയുടെ പുരസ്കാര നേട്ടത്തിൽ നിർണായകമായി. CCTVയുടെ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ്, സിൽവർ ജൂബിലി ആഘോഷം തുടങ്ങിയ ചടങ്ങുകളിൽ കലാസംവിധായകൻ എന്ന നിലയിൽ സഹകരിക്കാറുള്ള സുനിൽ ചൂണ്ടൽ CCTV സംപ്രേഷണം ചെയ്തിരുന്ന ബ്ലൂം മ്യൂസിക്കൽ ഷോയുടെ ഡയറക്ടറുമായിരുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് നേടിയ ചിത്രങ്ങളുടെ പ്രദർശനവും പുരസ്കാര വിതരണവും നടക്കും. സുനിൽ ചൂണ്ടൽ, ശ്രീനു പെരുമ്പിലാവ്, കണ്ണൻ തുരുത്ത് എന്നിവർക്കുള്ള ഈ പുരസ്കാരം മുന്നോട്ടുള്ള പ്രയാണത്തിൽ തങ്ങളുടെ കലാജീവിതത്തിന് കൂടുതൽ കരുത്തു പകരുമെന്നതിൽ തർക്കമില്ല. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ ആഘോഷിച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് മാതാവിന്റെ പുകഴ്ച പെരുന്നാളും ഇടവകയുടെ 64ാം വാർഷിക പെരുന്നാളും സംയുക്തമായി ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, കൊടിയും സ്ലീബായും മന്തി പ്രദക്ഷിണവും നടന്നു. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ പള്ളിയിൽ നിന്നും ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി സ്റ്റീഫൻ ജോർജിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായി. ഭദ്രാസനത്തിലെ വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിവിധ കമ്മിറ്റികളുടെ ആനയും ബാൻഡും മേളവും ചെണ്ടമേളവുമായുള്ള ആഘോഷങ്ങൾ പള്ളിയിലെത്തി സമാപിച്ചതിനു ശേഷം കൊടിയും സ്ലീബായുമായി പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യയും ഉണ്ടായി. 2 ദിവസങ്ങളിലായി നടന്ന പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ മാത്യു വർഗീസ്, കൈക്കാരൻ CC സണ്ണി, സെക്രട്ടറി CS സ്റ്റാൻലി എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുന്നംകുളത്ത് C. ഉണ്ണിരാജ സ്മാരക മന്ദിരത്തിന് തുടക്കമായി. മണ്ഡലം കമ്മിറ്റി മന്ദിരത്തിനായി വാങ്ങിയ സ്ഥലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു.
1925 ഡിസംബർ 26 കാൺപൂരിൽ രൂപം കൊണ്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കുന്നംകുളത്ത് സ്മാരക മന്ദിരത്തിന് തുടക്കം കുറിച്ചത്. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ സി ഉണ്ണിരാജയുടെ പേരിൽ നിർമ്മിക്കുന്ന മന്ദിരം കുന്നംകുളത്തെ പാർട്ടി പ്രവർത്തകരുടെ ദീർഘകാല സ്വപ്നമാണ്. ചടങ്ങിൽ ജില്ലാ കൌൺസിൽ അംഗം കെ ടി ഷാജൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം സതീശൻ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂടലാത്ത് സ്വാഗതവും ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാത്യു നന്ദിയും പറഞ്ഞു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ സീരിയൽ താരം ദേവി ചന്ദനയും സംഘവും അവതരിപ്പിച്ച ദേവനന്ദനം നൃത്തവിരുന്ന് ശ്രദ്ധേയമായി. രാവിലെ 8 മണി മുതൽ നൃത്തോത്സവം, തുടർന്ന് വൈകിട്ട് 5:30 മുതൽ എറണാകുളം പൂർണ്ണശ്രീ നൃത്തക്ഷേത്രയുടെ നേതൃത്വത്തിൽ നൃത്താർച്ചനയും ഉണ്ടായി. രാത്രി 7 മണിക്കാണ് ദേവനന്ദനം അരങ്ങേറിയത്. സംസ്ഥാന ഫോക്ലോർ അവാർഡ് ലഭിച്ച ഉടുക്കുപാട്ട് കലാകാരൻ പോർക്കുളം നോങ്ങല്ലൂർ മൂർത്താട്ടിൽ വാസുണ്ണി ഗുരുസ്വാമിയെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. 60 വർഷത്തിലധികമായി അയ്യപ്പൻ വിളക്ക്, ശാസ്താംപാട്ട് എന്നീ അനുഷ്ഠാന കലാരംഗത്ത് സജീവ സാന്നിധ്യമായ വാസുണ്ണി ഗുരുസ്വാമിയെ ആരതി ഒഴിഞ്ഞും തിലകം ചാർത്തിയുമാണ് ഉപഹാരം നൽകി സേവാഭാരതി ആദരിച്ചത്. സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് ശശികുമാർ, കൺവീനർമാരായ സി മഹേഷ്, എം എ സുധേഷ്, കെ ഷിബിൻ, സുധാ ഹർഷൻ എന്നിവർ ചേർന്നാണ് സ്വാമിയെ ആദരിച്ചത്. എരുമപ്പെട്ടി ഈസ്റ്റ് മങ്ങാട് സെന്റ് ജോർജ് പള്ളിയിൽ ഡീക്കൻ തറയിൽ ജിജോ ഫ്രാൻസിസിന്റെ തിരുപ്പട്ട സ്വീകരണവും പ്രഥമ ദിവ്യബലിയും നടന്നു. തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 8:30 മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ കോട്ടപ്പുറം സെന്ററിൽ നിന്ന് ബൈക്ക് റാലിയോടെ സ്വീകരിച്ചു. തുടർന്ന് പിതാവിനെയും നവവൈദികൻ ഡീക്കൻ തറയിൽ ജിജോ ഫ്രാൻസിസിനെയും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിക്കവാടത്തിൽ നിന്ന് പള്ളിയിലേക്ക് ആനയിച്ചു. ഇതിനുശേഷം തിരുപ്പട്ട ശുശ്രൂഷയും പ്രഥമ ദിവ്യബലി സമർപ്പണവും നടന്നു. വൈകിട്ട് 4 സമർപ്പിത സംഗമവും 5:30 അനുമോദന യോഗവും നടന്നു. അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. ഡോക്ടർ ഡേവിഡ് പേരാമംഗലം, ഡോക്ടർ സിബി ചെറുതോട്ടിൽ, ഫാദർ ജോയ് പുത്തൂർ, ഫാദർ ജെയ്സൺ തെക്കുംകര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവീനർ ജോബി നീലങ്കാവിൽ, പബ്ലിസിറ്റി കൺവീനർ പി എ ബൈജു, കൈക്കാരൻ ജോസ് പാലയൂർ എന്നിവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പിലെ ആദ്യ വാഗ്ദാനം പാലിച്ച് കെ ജയശങ്കർ. കായികരംഗത്തെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഴഞ്ഞി ഈസ്റ്റ് 11-ാം വാർഡിൽ നടപ്പിലാക്കുന്ന കളിച്ചുയരാം നാടിനായി പദ്ധതിയുടെ ഉദ്ഘാടനം കാട്ടുകാമ്പാൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ കെ ജയശങ്കർ നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് മെമ്പർ എം ഉദയശങ്കർ അധ്യക്ഷത വഹിച്ചു. സി വി വർഗീസ് മാസ്റ്റർ മുഖ്യാതിഥിയായി. പി സൈമൺ, എം വി ബെന്നി, പി കെ ഭാസ്കരൻ, പി സി ബിനോയ്, കെ സി തേജു, ഷാജി എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് കെ ജയശങ്കർ നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു വാർഡിലെ കായിക പ്രതിഭകൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നുള്ളത്. വാർഡിലെ 7ഓളം ക്ലബ്ബുകൾക്കാണ് ഫുട്ബോൾ വിതരണം ചെയ്തത്. ഈ പ്രവൃത്തി തുടരുമെന്നും ജയശങ്കർ പറഞ്ഞു. മണ്ണിനെ ആദരിക്കുന്ന കാർഷിക സംസ്കാരം മനുഷ്യജീവിതത്തിന് ആരോഗ്യവും ഹർഷവും സാധ്യമാക്കുമെന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ. അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിൽ ആര്യനാമികയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ജൈവകൃഷിയും ജീവഹർഷവും എന്ന കാർഷിക പ്രബോധന കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തപസ്സിലൂടെ നേടിയ അറിവുകൾ സമൂഹത്തിന് സമർപ്പിക്കുന്ന ആര്യമഹർഷിയുടെ കാർഷിക ദർശനം കാലത്തിൻ്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ പ്രസക്തമാണെന്നും മണ്ണിൻ്റെ സ്വാഭാവിക ഘടന തകർന്നതോടെ രാസവളങ്ങളെ ആശ്രയിക്കുകയാണെന്നും അത് ജനജീവിതത്തിനും പരിസ്ഥിതിക്കും ദോഷകരമാണെന്നും അതിന് പരിഹാരമായി ജൈവകൃഷിയിലൂടെ തിരിച്ചുവരവാണ് ആര്യജീവാനിയ ലക്ഷ്യമിടുന്നതെന്നും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവർ ഇത്തരം ചിന്തകൾ ഏറ്റെടുക്കണമെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു. സെമിനാറിന് ശേഷം കാലാപ്പത്തി, രക്തശാലി തുടങ്ങിയ ജൈവ നെൽകൃഷി ഇനങ്ങൾ കാണുന്നതിനായി പങ്കെടുത്തവർ കാഞ്ഞിരപ്പാടം വയലിലെത്തി. നാടൻ പശുക്കളുടെ ഗോമയം, ഗോമൂത്രം, ഇളനീരുകൾ, മത്സ്യകഷായം എന്നിവ അധിഷ്ഠിതമായ ആര്യജീവാനീയ മാർഗങ്ങൾ മണ്ണിനെ പുനർജീവിപ്പിക്കുന്നതാണെന്ന് ആര്യമഹർഷി വിശദീകരിച്ചു. കൃഷി, പ്രകൃതി, മനുഷ്യബന്ധങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്ന ആശയങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരം ഗ്രാമത്തിനാകമാനമുള്ള ബഹുമതിയാണെന്ന് ആര്യമഹർഷി പറഞ്ഞു.
സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പരിപാടി കാർഷിക ചിന്തകളുടെയും മാനവിക മൂല്യങ്ങളുടെയും സംഗമമായി. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ തുഷാര, സ്വാമി ദിവ്യാനന്ദ, പ്രഭാകരൻ പുഴങ്കര, മോഹനൻ പള്ളിക്കര, പ്രകാശൻ, വർഗീസ് എന്നിവർ സംസാരിച്ചു. പയ്യൂർക്കാവ് ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഡിസംബർ 21 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലായി മുംബൈ നാരായൺജി ആചാര്യനായാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. 21 വൈകിട്ട് വിഗ്രഹ സമർപ്പണത്തിന് ശേഷം യജ്ഞമണ്ഡപത്തിൽ ക്ഷേത്ര മേൽശാന്തി നിലവിളക്ക് കൊളുത്തിയതോടെയാണ് സപ്താഹത്തിന് തുടക്കമായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പാരായണം, പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായി. ഭക്തജനങ്ങൾക്കായി ദിവസവും ഒറ്റയപ്പം, ശർക്കര പായസം, പാനകം, താമരപ്പൂവ്, പട്ടുകൂണകം, കദളിപ്പഴം, വെണ്ണ, പാൽ, പഞ്ചസാര തുടങ്ങി സമർപ്പണവും ഉണ്ടായിരുന്നു. സപ്താഹത്തിന്റെ 5ാം ദിവസമായ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് പയ്യൂർ മനക്കിൽ നിന്നും രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് തുടക്കമായി. നാദസ്വരമേളത്തിന്റെ അകമ്പടിയോടെ സ്ത്രീകളും പെൺകുട്ടികളും അണിനിരന്ന സ്വയംവര ഘോഷയാത്ര വൈകിട്ട് 6-ന് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. ഡിസംബർ 28 ഞായറാഴ്ച പാരായണത്തിന് ശേഷം ആരതിയോടെ സപ്താഹത്തിന് സമാപനമാകും. മന്നലാംകുന്ന് പാപ്പാളിയിൽ പുതുതായി നിർമ്മിക്കുന്ന അഹമ്മദിയ മസ്ജിദിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ നിർവഹിച്ചു. പാപ്പാളി നൂറുദ്ദീൻ മദ്രസയ്ക്ക് സമീപമാണ് മസ്ജിദ് നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന കർമ്മചടങ്ങിൽ നൂറുദ്ദീൻ മദ്രസ സെക്രട്ടറി MA ഹനീഫ അധ്യക്ഷത വഹിച്ചു. MP ഹസൻ ഹാജി മുഖ്യാതിഥിയായി. മുഹമ്മദ് അലി വടുതല, ഷക്കീർ ഉസ്താദ്, നൂറുദ്ദീൻ മദ്രസ സദർ അഷ്റഫ് ഉസ്താദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ YMCA കിഴക്കേനടയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ നിരാലംബരായ കിടപ്പ് രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണം നടത്തി. പ്രസിഡന്റ് ബാബു വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാരായ ആൻഡോ തോമസ്, ജലീൽ പണിക്കവീട്ടിൽ, ജോയ് മാസ്റ്റർ, MV ബിജു എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. തെരുവുകളിൽ കഴിയുന്നവർക്കും നാടോടികൾക്കും കേക്കുകൾ വിതരണം ചെയ്തു. ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഉദ്ഘാടനം സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി നിർവഹിച്ചു. സെക്രട്ടറി ലോറൻസ് നീലങ്കാവിൽ സ്വാഗതവും ട്രഷറർ ജോസ് ലൂയിസ് നന്ദിയും പറഞ്ഞു. ലാംഗോസ് നീലങ്കാവിൽ, CP ജോയ്, ജോമോൻ ചുങ്കത്ത്, പോളി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ആൽത്തറ രാമരാജ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് വിനികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ സീന സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പുനേർകുളം പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സീന സുരേഷിനെ വിനോദിനിയമ്മ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അംഗം PN മുരളീധരൻ ആദരിച്ചു. ഫാദർ ബിജു ഇടയോളിക്കുടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് ക്രിസ്തുമസ് സന്ദേശം നൽകി. സ്കൂൾ പ്രധാന അധ്യാപകൻ M രാജീവ്, SSG കൺവീനർ P രാമദാസ്, മദർ PTA പ്രസിഡന്റ് സൽമ തുടങ്ങിയവർ പങ്കെടുത്തു. കരോൾ ഗാനത്തോടെ ക്രിസ്മസ് പാപ്പയുടെ വരവും കേക്ക് മുറിക്കലും നടത്തി. കല്ലിമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്മസ് കിറ്റുകൾ നൽകി. ഫെലോഷിപ്പ് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, സെക്രട്ടറി സിജു ചുമാർ എന്നിവർ ചേർന്ന് റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർക്ക് കൈമാറി. തുടർന്ന് വീടുകളിലെത്തിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,805 രൂപ, പവന് 1,02,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം കുന്നംകുളം 500 റോഡിൽ റിട്ടയേർഡ് അധ്യാപകൻ പരേതനായ ചെറുവത്തൂർ ചെറു ഭാര്യ മേരി നിര്യാതയായി. 83 വയസ്സായിരുന്നു. ചൊവ്വന്നൂർ മാർത്തോമ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയായിരുന്നു പരേത. സംസ്കാരം ആർത്താറ്റ സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. എൽദോ മകനാണ്. പുനേർകുളം കൊച്ചന്നൂർ അതിർത്തി പഴൂർ കരുവാൻ വീട്ടിൽ നാരായണൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. ദേവകി ഭാര്യയും പ്രമോദ്, പ്രസാദ്, പ്രശാന്ത് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ബസേലിയോസ് നഗർ ചാലിശ്ശേരി സ്വദേശി കണ്ണനായിക്കൽ പരേതനായ ഇട്ടേര മകൻ കൊച്ചുണ്ണി നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. പരേതയായ ലത ഭാര്യയും ജൂലിൻ, മെറിൻ, ഫെബിൻ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നഗരസഭകളിൽ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. കുന്നംകുളത്ത് CPM-ലെ സൗമ്യ അനിലൻ ചെയർപേഴ്സണും PG ജയപ്രകാശ് വൈസ് ചെയർമാനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസും BJP-യും സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും RMP വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണായി CPM-ലെ സുനിത അരവിന്ദനെ തെരഞ്ഞെടുത്തു. CPI-ലെ KK ജ്യോതിരാജ് വൈസ് ചെയർമാൻ. UDF മത്സരിച്ചെങ്കിലും BJP വിട്ടുനിന്നു. CPM-ലെ AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാൻ. ബിൻസി സന്തോഷ് വൈസ് ചെയർപേഴ്സൺ. നഗരത്തെ പുതിയ വികസന പാന്താവിലേക്ക് നയിക്കുമെന്ന പുതിയ സാരഥി. ചാവക്കാട് മണത്തല 18-ാം വാർഡിൽ വീടിന് തീപിടിച്ചു. പൊന്നുപറമ്പിൽ ഷീജയുടെ വീടാണ് കത്തിനശിച്ചത്. ആളപായമില്ല. ഒറ്റപ്പിലാവിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ യാത്രികരായ 3 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ ഡീസൽ ടാങ്ക് പൊട്ടി റോഡിൽ ഡീസൽ ഒഴുകിയത് പരിഭ്രാന്തിക്കിടവരുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പുന്നയൂർക്കുളം ചെമ്മണ്ണൂർ കുന്നുംകാട്ടിൽ മുകേഷിന്റെ 3ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.